നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കുടുംബശ്രീ 26ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അരങ്ങ് 2024 ചാലക്കുടി കൊടകര ക്ലസ്റ്റർ തല മത്സരങ്ങൾ സമാപിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തൃശൂർ സെൻട്രൽ സഹോദയയുടെ ആഭിമുഖ്യത്തിൽ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പാലിയേക്കരയിൽ കാർ യാത്രക്കാരിൽ നിന്ന് മാരക മയക്കുമരുന്നായ MDMAയും 2.25 ലക്ഷം രൂപയും പിടികൂടി. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം. വാർത്തകൾ വിശദമായി. കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അരങ്ങ് 2024 ചാലക്കുടി കൊടകര ക്ലസ്റ്റർ തല മത്സരങ്ങൾ സമാപിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, കൊടകര ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് ചാലക്കുടി കൊടകര ക്ലസ്റ്റർ തല മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. പെൻസിൽ ഡ്രോയിങ്, ജലച്ഛായം, പ്രസംഗം, നാടകം, വിവിധയിനം ഡാൻസുകൾ തുടങ്ങി 30ഓളം ഇനങ്ങളിലായി 400ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ജനറൽ കൺവീനർ K. രാധാകൃഷ്ണൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തൃശൂർ സെൻട്രൽ സഹോദയയുടെ ആഭിമുഖ്യത്തിൽ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ശ്രീ സായി വിദ്യാപീഠം വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ബിനു K. രാജ് ക്ലാസ് നയിച്ചു. വിവിധ CBSE വിദ്യാലയങ്ങളിൽ നിന്ന് 120 അധ്യാപകർ ക്ലാസ്സിൽ പങ്കെടുത്തു. അധ്യാപനത്തിലൂടെ വിദ്യാർത്ഥികളിൽ അഭിലഷണീയമായ പരിവർത്തനം സൃഷ്ടിക്കുക എന്നതായിരുന്നു ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം. വിദ്യാലയത്തിന്റെ മാനേജർ TK സതീഷ്, പ്രിൻസിപ്പാൾ റോഷൻ P. നായർ എന്നിവർ സംസാരിച്ചു. പാലിയേക്കരയിൽ കാർ യാത്രക്കാരിൽ നിന്ന് മാരക മയക്കുമരുന്നായ MDMAയും 2.25 ലക്ഷം രൂപയും പിടികൂടി. കാറിലുണ്ടായിരുന്ന കല്ലൂർ സ്വദേശികളായ 3 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ മാവിൻ ചുവട് മണപ്പെട്ടി നിഖിൽ, കല്ലൂർ ആലേങ്ങാട് തേങ്ങാമച്ചി മണികണ്ഠൻ, കല്ലൂർ മാവിൻ ചുവട് കല്ലിങ്ങപ്പുറം അമൽ എന്നിവരാണ് പിടിയിലായത്. പാലിയേക്കരയിൽ സംശയാസ്പദമായി നിർത്തിയിട്ട കാർ പരിശോധിക്കുന്നതിനിടെയാണ് MDMAയും പണവും പിടികൂടിയത്. MDMA വിൽപ്പന നടത്തിയ പണമാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത്. ചാലക്കുടി DYSPയുടെ സ്ക്വാഡും തൃശൂർ റൂറൽ ഡാൻസ് സംഘവും പുതുക്കാട് പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. ചാലക്കുടി DYSP R. അശോകൻ, പുതുക്കാട് SHO സജീഷ് കുമാർ, SI മാരായ പ്രദീപ് കുമാർ, MJ ലിജോ, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SI മാരായ VG സ്റ്റീഫൻ, CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, ASI സിൽജോ, സ്പെഷ്യൽ ബ്രാഞ്ച് ASI KK വിശ്വനാഥൻ, സീനിയർ CPOമാരായ ഷിജോ തോമസ്, AU റെജി, സൂരജ് V. ദേവ്, ലിജു ഇയാനി, M. ബിനു, MB മാനുവൽ, സോണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. റോട്ടറി ക്ലബിന്റെ പാർപ്പിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വാസയോഗ്യമാക്കിയ 6 വീടുകളുടെ താക്കോൽ സമർപ്പണം 25-ന് 9 മണിക്ക് പരിയാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനവും താക്കോൽ സമർപ്പണവും നടത്തും. പരിയാരം, അതിരപ്പള്ളി പഞ്ചായത്തുകളിലായാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അന്നനാട് യൂണിയൻ ഹൈസ്കൂളിന് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം സജ്ജമാക്കി നൽകാനുള്ള സമ്മതപത്രം കൈമാറ്റവും ഗവർണർ നിർവഹിക്കും. പരിയാരം പഞ്ചായത്തിലെ ആശാ വർക്കർമാരെ സനീഷ് കുമാർ ജോസഫ് MLA ആദരിക്കുമെന്ന് പ്രസിഡന്റ് ജോൺ തെക്കേക്കര, സെക്രട്ടറി ലെനിൻ ചന്ദ്രൻ, പ്രോഗ്രാം ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ജോഷി തെക്കേക്കര എന്നിവർ അറിയിച്ചു. ചാലക്കുടി റോട്ടറി ക്ലബും കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടു കൂടി നടത്തുന്ന പാർപ്പിടം പ്രൊജക്റ്റിൽ നമ്മൾ ഈ വർഷം ഒരു 6 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. 2-3 വീടുകളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ സമർപ്പണം ഈ വരുന്ന 25-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പരിയാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നമ്മൾ ഭാഗമായിട്ട് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഈ ചാലക്കുടി റോട്ടറി ക്ലബിന് അഭിമാനിക്കാവുന്നതും ഈ അവസരത്തിൽ ഞാൻ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഒരു നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ടും, കാരണം ഞങ്ങൾ ഏകദേശം 28 വീടുകൾക്കുള്ള
പേപ്പറുകളാണ് സമർപ്പിച്ചത്. അതിൽ സ്കൂളിനെ ഊരകത്ത് ബസ്സും ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ എരുമത്തടം സ്വദേശി 60 വയസ്സുള്ള ഹരിശ്ചന്ദ്രനാണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോ മുന്നിൽ പോയ ബൈക്കിൽ തട്ടിയതിനു ശേഷം സമീപത്തെ മരത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. ബൈക്ക് യാത്രക്കാരായ ഇരിഞ്ഞാലക്കുട സ്വദേശികളായ തട്ടിൽ ഷെറിൻ, റോസ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. ചേർപ്പ് ആക്ട്സ് പ്രവർത്തകർ കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചെങ്കിലും ഓട്ടോ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം. പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിലാണ് പുലി പശുവിനെ ആക്രമിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയതോടെ പുലി ഓടിപ്പോയി. പ്ലാന്റേഷൻ മേഖലയിൽ പലയിടങ്ങളിലും പുലിയുടെ സാന്നിധ്യമുണ്ട്. ഇതിനു മുൻപും പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുലിയുടെ ആക്രമണം നേരിട്ട പശുക്കിടാവിന്റെ ഉടമസ്ഥന്റെ തന്നെ മറ്റൊരു പശുവിനെ പുലി പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്നലെ പുലിയുടെ ആക്രമണത്തിൽ നിന്നും പശുക്കിടാവ് രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ശബ്ദം കേട്ട് ലൈറ്റിട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴേക്കും പുലി ഓടി മറയുന്നതാണ് ഇവർ കണ്ടത്. പശുക്കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകി. പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവിന് മുഖത്ത് നല്ല രീതിയിൽ പോറൽ ഏറ്റിട്ടുണ്ട്. പുലിയുടെ ആക്രമണത്തിനെതിരെ വനംവകുപ്പ് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടിലെ കർഷകരുടെ ആവശ്യം. അടിയന്തരമായി ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധനയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം നടത്തി. ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ മുകളിൽ വെച്ച് ആ പ്ലാവിൻ്റെ തൊട്ടപ്പുറത്തേറ്റുള്ള അഴിച്ചുവിടും. ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുല്ലില്ലാത്ത കാരണം അഴിച്ചുവിടുക. ഇന്നും പോലും പരിസരത്ത് തന്നെ ഉണ്ടാവാറ്. ഇന്നും പോകാറൊന്നുമില്ല. 2 കിടാങ്ങളുണ്ട്. അപ്പോൾ ഈ കിടാവ് ഇന്നലെ തൊട്ടപ്പുറത്തേക്ക് മാറി നിന്ന്. അപ്പോൾ മുകളിൽ കാടൊക്കെ വെട്ടാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കാരണം അഴിച്ചുവിട്ടതാണ്. നിലവിലിപ്പോൾ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം കിടാവിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എന്തോ പന്തിയുടെ ഒന്ന് ചെന്നപ്പോഴാണ് പുലി പിടിച്ചത്. അപ്പോൾ അതിന് വിട്ടു പോയുള്ളൂ. മുകളിൽ കയറി കിടാവിനെ ഇന്നലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് കാലത്ത് വന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷെ നാളെ കൂടി ഇഞ്ചക്ഷൻ ചെയ്യണം. ശതദിന ഭാരത് നൃത്തോത്സവത്തിന്റെ 75-ാം ദിനത്തിൽ ദക്ഷിണാമൂർത്തി നൃത്തമണ്ഡപം ഉണർന്നത് ശ്രീകൃഷ്ണയുടെ മോഹിനിയാട്ട കച്ചേരിയോടുകൂടിയാണ്. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിലെ ഒരു കാവ്യഭാഗവും ഓമനത്തിങ്കൽ കിടാവോ എന്ന താരാട്ട് ഗീതവും അതിഭാവുകത്വത്തിലേക്ക് ഒട്ടും വഴുതി വീഴാതെ കൂറ്റനാട്ടുകാരിയായ ശ്രീകൃഷ്ണ ഭാവഗരിമയോടെ മോഹിനിയാട്ടത്തിൽ ആവാഹിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ കർണാടക കലാശ്രീ ഗുരു ശ്രീ സത്യനാരായണ രാജുവിൻ്റെ ശിഷ്യകളായ സാധന പ്രകാശ്, ശ്രാവണി സായിറാം, അനുശ്രീ കെ റായ്ക്കർ എന്നിവരുടെ ഭരതനാട്യ കച്ചേരി ആസ്വാദകരുടെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. ആറാട്ടുപുഴ മുദ്രയുടെ തിരുവാതിരക്കളിയും കിണ്ണം കളിയും 75-ാം ദിവസത്തെ നൃത്തോത്സവത്തിന് മാറ്റുകൂട്ടി. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമി പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. ആമ്പല്ലൂരിൽ റൂഫിംഗ് കമ്പനിയുടെ കോമ്പൗണ്ടിൽ നിന്ന് 5 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. കമ്പനിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. കമ്പനി ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗങ്ങളായ രജീഷ് നന്ദിപുലം, സൗരവ്, സാരംഗ് എന്നിവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത്. ആക്രികൾക്കിടയിൽ പോയ പാമ്പിനെ 2.5 മണിക്കൂറോളം പരിശ്രമിച്ചാണ് പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6830 രൂപ, പവന് 54,640 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കുടുംബശ്രീ 26-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അരങ്ങ് 2024 ചാലക്കുടി കൊടകര ക്ലസ്റ്റർ തല മത്സരങ്ങൾ സമാപിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തൃശൂർ സെൻട്രൽ സഹോദയയുടെ ആഭിമുഖ്യത്തിൽ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പാലിയക്കരയിൽ കാർ യാത്രക്കാരിൽ നിന്ന് മാരക മയക്കുമരുന്നായ MDMA-യും 2.25 ലക്ഷം രൂപയും പിടികൂടി. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.